UGCET 2026 കർണാടക എക്സാമിനേഷൻസ് അതോറിറ്റി കണ്ടക്ട് ചെയ്യുന്ന അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് ടെസ്റ്റ്. കേരളത്തിൽ നമ്മൾ കീം എക്സാം പോലെ തന്നെയുള്ള കർണാടക ഗവൺമെന്റ് നടത്തുന്ന എൻട്രൻസ് എക്സാം ആണ് UGCET. അതിന് അപ്ലൈ ചെയ്യാനുള്ള സമയമാണിപ്പോൾ. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്കറിയാം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ 15% ഓൾ ഇന്ത്യ സീറ്റിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയിലാണ്. അത് നീറ്റ് എക്സാം കഴിഞ്ഞ് അലോട്ട്മെന്റിലേക്ക് കടക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഡീംഡ് കോളേജുകളിലെ സീറ്റുകൾക്കും രജിസ്റ്റർ ചെയ്യേണ്ടത് MCCയിലാണ്. എന്നാൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലെ 15% സീറ്റുകൾക്ക് കർണാടകത്തിന് പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാം. പ്രൈവറ്റ് ആയിട്ട് MBBS കർണാടകത്തിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന UGCET എക്സാമിനേഷനിൽ അല്ലെങ്കിൽ ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. എക്സാമിനേഷൻ ഉണ്ടാവുന്നതല്ല. MBBS BDS ഒക്കെ എക്സാമിനേഷൻ നീറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ BSc നഴ്സിംഗ് പോലുള്ള കോഴ്സുകൾക്ക് കർണാടക എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. ഏപ്രിൽ 23, 24 തീയതികളിലായിട്ടാണ് എക്സാം വരുന്നത്. വൺസ് അഗെയിൻ പ്രൈവറ്റ് കോളേജുകളിലെ 15% സീറ്റുകളിലേക്കാണ് ഈ എക്സാം അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി അതുകൂടാതെ കേരളത്തിന്റെ അങ്ങേയറ്റത്ത് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന കാസർഗോഡിലെ ചില താലൂക്കുകളിലെ വിദ്യാർത്ഥികൾക്ക്, കർണാടക സെക്കൻഡ് ലാംഗ്വേജ് ആയി പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഒരു ലാംഗ്വേജ് ടെസ്റ്റ് എഴുതിക്കൊണ്ട് തന്നെ കർണാടകത്തിലെ ഈ കോളേജുകളിലേക്ക് അപ്ലൈ ചെയ്യാം. അതിനുവേണ്ടിയും നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ പോർട്ടലിലാണ്. ഫെബ്രുവരി 16 ലാസ്റ്റ് ഡേറ്റ്. സോ പ്രൈവറ്റ് ആയിട്ട് MBBS BDS അതുപോലെ തന്നെ BSc നഴ്സിംഗ് പോലുള്ള കോഴ്സുകൾ കർണാടകത്തിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം.